have prayed and you heard my cry for this. തിരക്കൽക്കടിയിൽ അച്ചാച്ചൻ ഇടയ്ക്കിടയ്ക്ക് സാധാരണ അങ്ങനെ ഓടി വരാറൊന്നുമില്ല. ഇപ്പോൾ ഓരോ ബ്രേക്ക് കിട്ടുമ്പോഴും മൂപ്പര് വീട്ടിലേക്ക് വന്ന് മോളെ ഒന്ന് കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാന്നുള്ള ഒരു മെയിൻ പ്രോസസ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വീട്ടിലെ ഒരു സ്പന്ദനം എന്നുള്ള ഇതിൽ ഏറ്റവും ഇതിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ ലക്ഷ്മി. ചേട്ടൻ്റെ മോളാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് പോലെ തന്നെയാണ് എപ്പോഴും പറയാറുള്ളത്. അച്ചു പാവാടട്ട പോലെ എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ എന്താ ഡാൻസും പാട്ടും ഒക്കെ ഇങ്ങനെ ഫുള്ളെപ്പോഴും ഇവന്തോ ഒരു വയസ്സായിട്ടുള്ളെങ്കിലും അതിനേക്കാളും കൂടുതലായിട്ടുള്ള എക്സ്പ്രഷൻസും നമ്മളുള്ള സ്നേഹം. പിന്നെ ആൾക്ക് ചുറ്റെപ്പോഴും ആൾക്കാർ വേണം. പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക, നമ്മളെ വീടിൻ്റെ തന്നെ ഒരു ഇത് മാറ്റിയ ഒരാളാണ്. ഇത്രയും ഇതാവും മോള് ജനിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ആള് ഭയങ്കര ഇതായിട്ട് നമ്മളോടൊക്കെ ഇത്ര അറ്റാച്ച്ഡ് ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഹാപ്പിനെസ് ഉണ്ടായത് ഉണ്ണി വന്നതിന് ശേഷം. വീട്ടിലേക്ക് നേരത്തിന് കാലത്തിന് വരാൻ തോന്നി. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ തന്നെ ഉണ്ണിയുടെ ഒരു മുഖം കാണുമ്പോൾ, ഉണ്ണിയുടെ കളിയും ചിരിയും കാണുമ്പോൾ വീട്ടിൽ വരിക, ഉണ്ണീനെ കളിപ്പിക്കുക, മനസമാധാനത്തോട്ട് ആ ഹാപ്പിനെസ് ഉൾക്കൊള്ളുക. അതാണ് ഞങ്ങളുടെ പോലത്തെ ഏറ്റവും വലിയ സന്തോഷം. മോളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും. അച്ചുവിൻ്റെ അങ്ങനെ തന്നെ ബിറ്റാണ്. I was born to fly and spread these wings and find my own. I am coming home. Today will be the day it all will take. Nothing, no one's in my way. Today will be the day.